ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ദിവസം തീഹാർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് തീരുമാനം. മറ്റു കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും കെജ്രിവാൾ പറഞ്ഞു. അതേസമയം ഡൽഹിയിലെ AAP ആസ്ഥാനത്ത് നേതാക്കളുടെ അടിയന്തര യോഗം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, മദ്യനയ അഴിമതി കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് തീഹാർ ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. അവിടെ അതിനുശേഷം ഇന്നിപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് രാജിക്കാര്യം കെജ്രിവാൾ അറിയിച്ചത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായത് നാൾ മുതൽ BJP ഇതുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ഇനി വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നാണ് കെജ്രിവാൾ ഇന്ന് ഈ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർക്കിടയിൽ നടത്തിയ അഭിസംബോധനയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. കെജ്രിവാൾ 2 ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജി സമർപ്പിക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. മദ്യനയ അഴിമതി കേസിൽ BJP കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് കെജ്രിവാളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം കെജ്രിവാൾ രാജിവെച്ചാൽ സഹതാപ തരംഗം ഉണ്ടാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത്. അതേപോലെ തന്നെ ചില ഫയലുകൾ മാത്രം, അത് സുപ്രീം കോടതി കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്, ചില ഫയലുകൾ മാത്രമാണ് ഒപ്പുവെക്കാൻ നിബന്ധനകൾ ഉള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വരുവാൻ എന്നുള്ള ഒരു ഉദ്ദേശമാണ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഇനി ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യവും പ്രധാനമായും ഉയരുന്നുണ്ട്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മന്ത്രിയാകില്ല എന്ന അരവിന്ദ് കെജ്രിവാൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഭഗത് സിംഗിന്റെ ജയിൽ ഡയറി എന്ന പുസ്തകം ഉയർത്തിക്കാട്ടിയായിരുന്നു കെജ്രിവാൾ BJPക്കെതിരെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനിടയ്ക്ക് പിണറായി വിജയന്റെയും അതേപോലെ തന്നെ മമതാ ബാനർജിക്കുമൊക്കെ എതിരെ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളും കെജ്രിവാൾ ഉന്നയിച്ചു. ഏതായാലും 2 ദിവസത്തിനകം തന്നെ കെജ്രിവാളിന്റെ രാജി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്.